ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ ലക്കിടിയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന വീട്ടിൽ ഫുൾ വർക്ക് ഫിനിഷിങ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വർക്കിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. സിറ്റ് ഔട്ടിൽ ചപ്പൽ വെക്കാൻ വേണ്ടിയിട്ട് ബോക്സ് ടൈപ്പ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ടോപ്പിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിന് അകത്തോട്ട് കയറി നോക്കാം. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു TV സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലൈവുഡും സൺമൈക്കയും ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ വുഡനിൽ ചെയ്തിട്ടുള്ള 2 വർക്ക് വരുന്നുണ്ട്. ഒന്ന് ഈ TV സ്റ്റാൻഡും പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു പൂജാ റൂമിൻ്റെ വർക്കുമാണ്. അപ്പോൾ ഇത് രണ്ടും ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വുഡനിൽ ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ഫുൾ വർക്ക് അലുമിനിയത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ്റെ യൂണിറ്റാണ് അടുത്തത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് താഴ്ഭാഗത്തൊരു 3 ഡോറിലായിട്ടാണ് നമ്മൾ ഈ വാഷ് ബേസിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ഒരു ക്രോക്കറി സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു ചെറിയ കബോർഡാണ്. അധികം സ്പേസ് ഇല്ലാത്തൊരു രീതിയിലാണ് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ കബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 ബെഡ്റൂമിലും നമ്മൾ ഓരോ കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലെ കബോർഡാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇത് 4 ഡോറിലായിട്ടാണ് നമ്മൾ ഈ ബെഡ്റൂം കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2 ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിളിന് താഴെയായിട്ട് ഒരു ഡ്രോവറും ഒരു ചെറിയ ഡോറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മളൊരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 ഡോറിലായിട്ടാണ് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിനകത്തായിട്ട് 2 ഡ്രോവറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയ ഡ്രസ്സിങ് ടേബിളും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ ഒരു ചെറിയ ഡ്രോവറും മിററിന് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ബോക്സും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു ബാത്റൂം വരുന്നുണ്ട് നമ്മുടെ കബോർഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ഫുൾ വർക്കിൽ ACP ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ക്രോസ് ബോണ്ട് കമ്പനിയുടെ. പിന്നെ ഇതിൽ ഫ്രെയിമിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് കളറ് ചാമ്പ്യൻ സ്റ്റീലാണ്. അപ്പോൾ ഫ്രെയിമിന് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് കിച്ചണിലെ വർക്കാണ്. പിന്നെ നമുക്ക് കിച്ചണിൽ ചെയ്തിട്ടുള്ള വർക്ക് കണ്ടു നോക്കാം. അപ്പോൾ കിച്ചൻ്റെ സ്ലാബിന് താഴെയായിട്ട് നമ്മൾ കുറച്ച് വർക്ക് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിൽ തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ചെറിയൊരു L ടൈപ്പിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ ഫസ്റ്റ് കിച്ചണാണിത്. ഫസ്റ്റ് കിച്ചണിൽ ഇത്രയും വർക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളിവിടെ ഒരു പുൾ ഔട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്കിന് താഴെ വരുന്ന ഡോറിലും ഗ്യാസ് സിലിണ്ടർ വരുന്ന ഡോറിലും എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ചെറിയ ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട്ലറിയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡ്രോവറിൽ. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പ്ലേറ്റ് കട്ട്ലറി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അത്രയ്ക്കാണ് കിച്ചണിലെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് എന്തായാലും അറിയിപ്പിക്കണം. പിന്നെ നമുക്കിനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കിച്ചണിന് വർക്ക് ഏരിയയിലേക്ക് കടക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ അടിഭാഗത്തും ടോപ്പിലും ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ഏരിയയിലാണ് ബാക്കി വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലിവിടെ സൈഡിലായിട്ടൊരു ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിങ്കെല്ലാം വരുന്നുണ്ട്. സിങ്കിന് താഴെ നമ്മൾ എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്സ്റ്റെയറിലാണ് നമ്മളൊരു ചെറിയ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വർക്കും കൂടിയും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഒരു റൂം തന്നെയാണ് ബെഡ്റൂം വന്നിട്ടുള്ളൂ. ഇതിൽ നമ്മളൊരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു കളറിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ഷീറ്റ് കംപ്ലീറ്റ് ACP ഷീറ്റ് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 3 ഡോറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറിനകത്തായിട്ട് ഒരു 2 ഡ്രോവറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിനകത്തും നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ആ ബാത്റൂമിൽ നമ്മളൊരു ടേബിൾ ടോപ്പ് വാഷ് ബേസും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.